നമ്മുടെ നമസ്കാരങ്ങളിലും മറ്റും വന്നു പോകുന്ന അബദ്ധങ്ങളും വീഴ്ചകളും അതുപോലെ മറവികളുമൊക്കെ പരിഹരിക്കപ്പെടുന്നത് സഹ്വിൻ്റെ സുജൂദ് കൊണ്ടാണെന്ന് നമ്മളൊക്കെ പഠിച്ചവരാണ്. ഇതുപോലെ നമ്മുടെ നോമ്പിൽ സംഭവിച്ചു പോകുന്ന പോരായ്മകൾ, വീഴ്ചകൾ ഇതൊക്കെ പരിഹരിക്കപ്പെടാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ച ഒരു മാർഗമാണ് സക്കാത്തുൽ ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്ത് കൊണ്ട് നോമ്പിൽ വന്നു പോകുന്ന വീഴ്ചകളും മറ്റും പരിഹരിക്കപ്പെടുന്നതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഷഹ്റു റമളാൻ മുഅല്ലഖും ബൈന സമാഇ വൽ അർദ്. പരിശുദ്ധമായ റമളാൻ മാസം അഥവാ റമളാൻ മാസത്തിൽ നാം അനുഷ്ഠിച്ച കർമ്മങ്ങൾ, നോമ്പ്, തറാവീഹ് നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണം, നാം കൊടുത്ത ദാനധർമ്മങ്ങൾ, മറ്റ് ഇബാദത്തുകളെല്ലാം മുഅല്ലഖും ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ ഇടയിൽ അത് തടഞ്ഞു വയ്ക്കപ്പെടുന്നതാണ്. അത് ആകാശമണ്ഡലങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് ഉയർത്തപ്പെടുകയില്ല. ഇല്ലാബി സക്കാത്തിൽ ഫിത്ർ സക്കാത്ത് കൊണ്ടൊഴികെ. ഫിത്ർ സക്കാത്ത് കൊടുത്തു വീടിയാൽ മാത്രമേ അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് റമളാനിലെ ഇബാദത്തുകൾ ഉയർന്നു ചെല്ലുകയുള്ളൂ. നമ്മുടെ ഇബാദത്തുകൾ, റമളാനിലെ ഇബാദത്തുകൾ, പ്രത്യേകിച്ച് നോമ്പ്, അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുത്തു വീഴണം. അപ്പോൾ ഫിത്ർ സക്കാത്തിന് ഇസ്ലാമിലുള്ള പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നാം ആലോചിക്കുക. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ മുഴുവനും പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് അർഹരായ സാധുക്കളായ ആളുകളെ കണ്ടെത്തി അത് കൊടുത്തു വീട്ടാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.